നമസ്കാരം. നിർധനരായ രോഗികൾക്ക് സാന്ത്വനം ഒരുക്കി കോതമംഗലം മാർ ബെസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. 46 വർഷത്തെ ആതുര സേവനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് പണം ഇല്ലാതെ ചികിത്സ മുടങ്ങി വിഷമതകൾ അനുഭവിക്കുന്നവർക്കായി വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കോതമംഗലം ചെറിയ പള്ളിയുടെ കീഴിൽ 46 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാർ ബെസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ ഈ വർഷത്തെ വാർഷികത്തോടനുബന്ധിച്ച് ചില സുപ്രധാനമായിട്ട് പൊതുസമൂഹത്തിന് നന്മയ്ക്ക് ഉപകരിക്കുന്ന ചില ആതുര ശുശ്രൂഷ രംഗത്തെ സേവനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പത്രസമ്മേളനം നമ്മൾ വിളിച്ചു ചേർക്കുന്നത്. നമുക്കറിയാം, 46 വർഷം മുമ്പ് വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ആരംഭിച്ച നമ്മുടെ മാർ ബെസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല് അതിന്റെ 46ാമത്തെ വാർഷികം ആഘോഷിക്കുകയും ഏറ്റവും വിപുലമായ രീതിയിൽ പൊതുസമൂഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പൊതുസമൂഹം വളരെ അകമഴിഞ്ഞ് സഹായിച്ചതിന് നന്ദി പറയാൻ കൂടി അവസരം വിനിയോഗിക്കുക. നമ്മുടെ ചെറിയപള്ളിയുടെ കീഴിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിന്റെ പ്രവർത്തനം പൂർണ്ണമായി സജ്ജമാക്കിയിരിക്കുകയാണ്. അത് കുറച്ചും കൂടി വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം വാർഷികത്തോടനുബന്ധിച്ച് ഒട്ടനവധി പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിക്കും. സെക്രട്ടറിയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ട്രഷററും മെഡിക്കൽ സൂപ്രണ്ടും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ നിങ്ങളോട് വിവരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ ഹൈറേഞ്ചിന്റെ കവാടമായ കോതമംഗലത്ത് മലയോര പ്രദേശത്ത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങളുടെ യാത്രാ സൗകര്യങ്ങളുടെ പരിമിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വർഷം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പ്രൊജക്ട് വെർച്വൽ ഹോസ്പിറ്റൽ ഗ്രാമങ്ങളിലേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ആധുനിക നിലവാരത്തിലുള്ള 4G ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ നമ്മൾ 5G ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആംബുലൻസിൽ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉള്ള 5G ആംബുലൻസ് നമ്മൾ ഗ്രാമങ്ങളിൽ ആളുകൾക്ക് അവിടെ തന്നെ അവരുടെ വീടുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായി സംസാരിച്ച് അവർക്ക് ആവശ്യമായിരിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു വെർച്വൽ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു പ്രവർത്തന രീതി ഈ വർഷത്തിൽ തന്നെ ഹോസ്പിറ്റൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതിനോടനുബന്ധിച്ച് തന്നെ വാർഷികത്തോടനുബന്ധിച്ച് തന്നെ അനൗൺസ് ചെയ്യും. വാർഷികത്തോടനുബന്ധിച്ച് ഹോസ്പിറ്റലിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ക്രമീകരിക്കുന്നതിനായി നമ്മൾ ഒരു പദ്ധതി രൂപീകരിച്ച് ആ പദ്ധതിയുടെ കീഴിൽ 100ഓളം പേർക്ക് മുട്ടുമാറ്റ് സർജറി നടത്തുന്നതിനും അതോടൊപ്പം തന്നെ തൈറോയിഡ്, ഹെർണിയ, അപ്പൻഡിസൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളാൽ സർജറി നീട്ടിവെച്ചിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി സൗജന്യം അനുവദിച്ചുകൊണ്ട് ഏതാണ്ട് 250ഓളം രോഗികൾക്ക് സൗകര്യപ്പെടുന്ന കാര്യത്തിൽ അത് സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ പേര് രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്കാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നത്. ഇത്രയും ആളുകൾക്ക് 50% നിരക്കിൽ ഈ പറഞ്ഞ സർജറികൾ ചെയ്തു കൊടുക്കുന്നതിനാണ് ആശുപത്രിയിൽ നിന്നും ഞങ്ങളുടെ ബോർഡ് തീരുമാനിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. സഹായം എത്തിക്കാനും താല്പര്യമുള്ളവർ ആശുപത്രിയുമായി ബന്ധപ്പെടണം. ഭാരവാഹികൾ വിശദമാക്കി. മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ, MBMM അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി, വൈസ് പ്രസിഡന്റ് ബാബു M കൈപ്പള്ളിയിൽ, ട്രഷറർ ഡോക്ടർ റോയ് ജോർജ് മാലിയിൽ, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യു, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോർജ് എബ്രാഹാം എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. M4 മലയാളം, കോതമംഗലം.